ശ്രീ ചന്ദ്രബാബു, ഇന്നിപ്പോൾ ഉണ്ടായ അമ്പലവയലുണ്ടായ പ്രകമ്പനം അത് പാലക്കാടും കേട്ടു. പാലക്കാട് അലനല്ലൂർ കുഞ്ഞിക്കുളത്താണ് ഇതിൻ്റെ ഒരു പ്രഭാവം ഉണ്ടായതെന്ന് കേൾക്കുന്നു. താങ്കളിപ്പോൾ പാലക്കാട് ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. എന്താണ് അവിടെ അനുഭവപ്പെട്ടത്? ചളവറ പഞ്ചായത്തിൽ ചില പ്രദേശങ്ങളിൽ രാവിലെ 10:10 ഒരു വലിയ മുഴക്കം അനുഭവപ്പെട്ടു എന്നാണ് അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ പറയുന്നത്. ഈ മുഴക്കം അനുഭവപ്പെട്ടു എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തിൽ ആ സമയത്ത് ഞാനുണ്ടായിരുന്നു. പക്ഷേ അവിടെ അത്തരത്തിലൊരു മുഴക്കം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല. എന്നാൽ പിന്നീട് 10:10 ശേഷം പലരും ഫോണിൽ വിളിച്ച് ഇങ്ങനെ ഒരു വലിയ മുഴക്കം അനുഭവപ്പെട്ടു, ജനാലകൾ വന്നടഞ്ഞു എന്ന രൂപത്തിലൊക്കെ തന്നെ പലരും വിളിച്ചു പറയുകയുണ്ടായി. ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തുകളായ അനങ്ങനടി, വാണിയംകുളം, ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി, ലക്കിടിപ്പേരൂർ പഞ്ചായത്ത്, ഇവിടെയൊക്കെ ചില പ്രദേശങ്ങളിൽ ഇതുപോലുള്ള ശബ്ദം കേട്ടതായി ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയെല്ലാം തന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ കാര്യത്തിൽ ഒരു വിദഗ്ധനൊന്നുമല്ല. ഇവിടെ മുരളീധരൻ സാറും അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് സാറും പറഞ്ഞ കാര്യങ്ങൾ വെച്ച് എനിക്ക് തോന്നുന്നത് ഇത് വയനാട്ടിലുണ്ടായ ഭൂമി കുലുക്കവുമായി ഇതിന് ബന്ധമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ഒരേ സമയത്താണ് വയനാട്ടിലും കോഴിക്കോടും മലപ്പുറത്തും പാലക്കാട്ടുമൊക്കെ ഈ ശബ്ദം അല്ലെങ്കിൽ ഈ പ്രതിഭാസം അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ആഴത്തിലുള്ള പഠനങ്ങളും പരിശോധനകളും നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിൻ്റെയൊക്കെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഞങ്ങളുടെ പ്രദേശമെന്ന് പറയുന്നത് മുമ്പ് പലതവണ ചെറുതും വലുതുമായിട്ടുള്ള ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ ദേശമംഗലം, വരവൂർ, ആറങ്ങോട്ടുകര തുടങ്ങിയ ആ സ്ഥലത്തോട് അധികം ദൂരത്തിൽ കിടക്കാത്ത, അത്ര ദൂരമൊന്നുമില്ലാത്ത ഒരു പ്രദേശമാണ്. തൃശ്ശൂർ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഞങ്ങളുടെ പഞ്ചായത്ത്. അപ്പം അതുകൊണ്ട് ആളുകൾ ആശങ്കയിലാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഗവൺമെൻറ് കൂടുതൽ ഗൗരവമായ പഠനങ്ങൾ നടത്തി ആശങ്ക ദൂരീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് വിരുദ്ധമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെയുണ്ടോ? ഹലോ ശ്രീ ചന്ദ്രബാബു, പറയൂ. ഞാൻ ചോദിച്ചത് അവിടെ അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പരിസ്ഥിതിക്ക് ആഘാതമാകുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ സ്ഥലത്തുണ്ടോ? ഇല്ല, ഈ അത്തരത്തിലുള്ള മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും കാര്യമായിട്ടില്ലാത്ത ശുദ്ധ നാട്ടിൻപുറമാണ് ഈ ചളവറ എന്ന് പറയുന്ന പ്രദേശം. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 5-6 കിലോമീറ്റർ അപ്പുറമാണ് അനങ്ങൻമല എന്ന് പറയുന്ന വലിയ മല. മറ്റേ ഒറ്റപ്പാലത്തു നിന്നും ചെർപ്പളശ്ശേരിക്ക് പോകുന്ന വഴിക്ക് കാണുന്ന മല. ആ മലയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു കോറി പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടിപ്പോൾ ജനകീയമായ പ്രക്ഷോഭങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നൊക്കെ ഏതാണ്ടൊരു 10 കിലോമീറ്ററിലധികം ദൂരെ കിടക്കുന്ന ഒരു പ്രദേശമാണ് ചളവറ. ഈ ഈ മുഴക്കം അനുഭവപ്പെട്ട പ്രദേശങ്ങൾ 10 കിലോമീറ്റർ പക്ഷേ ഒരു ദൂരമല്ല എന്ന രൂപത്തിലാണ് ഇപ്പോൾ പല കാര്യങ്ങളും കേൾക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.